മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊക്കാരിയോട്സിൽ വരുന്ന ബാക്ടീരിയയുടെ അനാറ്റമി, അതിൻ്റെ അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബാക്ടീരിയയുടെ സ്ട്രക്ചർ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ അനാറ്റമി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊക്കാരിയോട്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ബാക്ടീരിയയുടെ സ്ട്രക്ചർ, ബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചറിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓർഗനൈസ്ഡ് ഇൻറ്റു 3 കാറ്റഗറീസ്: ഇൻറ്റേർണൽ സ്ട്രക്ചർ, സെൽ എൻവലപ്പ്, എക്സ്റ്റേർണൽ സ്ട്രക്ചർ. ബാക്ടീരിയൽ അനാറ്റമിയെ 3 ആയിട്ട് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണലായിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നതാണ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയോയിഡ്, ബാക്ടീരിയൽ ക്രോമസോം, പ്ലാസ്മിഡ്, റൈബോസോം ആൻഡ് സ്റ്റോറേജ് ഗ്രാന്യൂൾസ്. ഇതെല്ലാം സൈറ്റോപ്ലാസത്തിനകത്ത് കാണുന്നതായ സ്ട്രക്ചേഴ്സാണ്, ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സാണ്. ഇനി എൻവലപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സെൽ മെംബ്രെയിൻ വരും, പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ വരും, അതുപോലെ തന്നെ ലിപ്പിഡ് മെംബ്രെയിൻ സെൽ വോൾ വരും. അത് ഗ്രാം നെഗറ്റീവിൽ. അപ്പോൾ സെൽ വോൾ തന്നെ, സെൽ വോളും സെൽ മെംബ്രെയിനും കൂടെ ചേരുന്നതാണ് സെൽ എൻവലപ്പ് എന്ന് പറയുന്നത്. ആ സെൽ വോൾ തന്നെ 2 ടൈപ്പിലുള്ള സെൽ വോൾ ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ കാണുന്ന ടൈപ്പ് സെൽ വോളും, അതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ. ലിപ്പിഡ് സെൽ വോൾ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവിൽ കാണുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, സെൽ വോളിനും പുറത്ത് കാണുന്ന സ്ട്രക്ചേഴ്സ്. ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ് ഫ്ലജല്ല, ഫിംബ്രിയെ, സെക്സ് പൈലസ്, ഗ്ലൈക്കോകാലിക്സ്. ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഓർഗനൈസ്ഡ് ഇൻറ്റു 3 കാറ്റഗറീസ്. അപ്പം നമുക്ക് ആദ്യം ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബാക്ടീരിയൽ സെല്ലിൻ്റെ ഇൻറ്റേർണലി കാണുന്ന സ്ട്രക്ചേഴ്സാണ് സൈറ്റോപ്ലാസം, ക്രോമസോം, പ്ലാസ്മിഡ്, റൈബോസോംസ് ആൻഡ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇതെല്ലാം ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സാണ്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോർഷൻ ഓഫ് ദ സെൽ ദാറ്റ് ലൈസ് വിത്തിൻ ദ പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിനകത്ത് കാണപ്പെടുന്ന ഭാഗമാണ്. Substance within the plasma membrane excluding the genetic material. Genetic material ഒഴിച്ചിട്ട് സെൽ വോളിനകത്ത്, പ്ലാസ്മ മെംബ്രെയിന് അകത്തുള്ള ഭാഗത്തെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഒരു ജെൽ ലൈക്ക് ആയിട്ടുള്ള മാട്രിക്സ് ആണ്. കമ്പോസ്ഡ് മോസ്റ്റ്ലി വാട്ടർ. 4/5 വെയ്റ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ പോർഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ടറാണ് സൈറ്റോപ്ലാസത്തിൽ. പിന്നെ എൻസൈംസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, വേസ്റ്റ് ആൻഡ് ഗ്യാസസ്. ഇനി സൈറ്റോപ്ലാസത്തിനകത്ത് ചില സെൽ സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. ആ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റൈബോസോം, ക്രോമസോം, പ്ലാസ്മിഡ്സ് ആസ് വെൽ ആസ് കമ്പോണൻസ് നെസസറി ഫോർ ബാക്ടീരിയൽ മെറ്റബോളിസം. പ്ലാസ്മിഡ്സ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സൈറ്റോപ്ലാസത്തിനകത്ത് കാണുന്ന സ്ട്രക്ചേഴ്സാണ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഫീച്ചർലെസ് ബൈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓൾദോ സ്മോൾ ഗ്രാന്യൂൾസ് ക്യാൻ ബി സീൻ ആൻഡ് ഇറ്റ് ക്യാരീസ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. റെപ്ലിക്കേഷൻ, ഗ്രോത്ത്, മെറ്റബോളിസം, ഇതെല്ലാമായിട്ട് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത ഫങ്ഷൻസ് എല്ലാം ഇതാണ് ക്യാരി ചെയ്യുന്നത്. And then what are the constituents of cytoplasm? It contains proteins, പലതരത്തിലുള്ള പ്രോട്ടീൻസ്. അതിനകത്ത് എൻസൈംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള നേച്ചറാണ്. സോ പ്രോട്ടീൻസ്, അതിൽ എൻസൈംസ് വരും. വൈറ്റമിൻസ് ഉണ്ട്, അയോൺസ് വരുന്നുണ്ട്, ന്യൂക്ലിക് ആസിഡ്സും അതിൻ്റെ പ്രിക്കേഴ്സേഴ്സും, അമിനോ ആസിഡ്സും അതിൻ്റെ പ്രിക്കേഴ്സേഴ്സും, ഷുഗർ, കാർബോഹൈഡ്രേറ്റ്സ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഇതൊക്കെയാണ് സൈറ്റോപ്ലാസത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. ഇനി സൈറ്റോപ്ലാസത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു പല കമ്പോണൻസ് പ്രസൻ്റ് ആണ്. പ്ലാസ്മിഡ്സ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്മോൾ എക്സ്ട്രാ ക്രോമസോമൽ DNA. ബാക്ടീരിയയ്ക്ക് അതിൻ്റേതായ ക്രോമസോമുണ്ട്. അതല്ലാതെ എക്സ്ട്രാ ക്രോമസോമലായിട്ട് ബാക്ടീരിയയിൽ കാണുന്ന DNA മെറ്റീരിയലിനെയാണ് പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ജീൻ ഫോർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന്, വിറുലൻസിന്, ഇങ്ങനെയുള്ള എക്സ്ട്രാ ക്രോമസോമൽ ഫങ്ഷൻസ് എല്ലാം ഇത് എൻകോഡ് ചെയ്തിട്ടുള്ളത് പ്ലാസ്മിഡ്സിലാണ്. Similar to most bacterial chromosome but considerably smaller. Plasmids are covalently closed circular DNA. Bacterial plasmids are closed ആണ്, circular ആണ്. Few species linear plasmidsഉം കാണപ്പെടുന്നുണ്ട്. ഇനി അതിൻ്റെ സൈസ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 4000 kb ആണ്. പ്ലാസ്മിഡ് DNA ranges from 1 to 200 kb. The number varies from 1 to 700 copies present. Plasmids and the associated traits can be transferred between bacteria even from one bacteria to another. ഒരു ബാക്ടീരിയയിൽ നിന്ന് പ്ലാസ്മിഡ്സ് ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ദേ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ. Plasmids reproduction, it is not related with reproduction. Reproductionുമായിട്ട് യാതൊരു ബന്ധവുമില്ല. They are independently, they replicate independently of the chromosome. Chromosome replicate ചെയ്യുമ്പോഴേ ഇത് ചെയ്യൂ, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള റെപ്ലിക്കേഷൻ ആണ്. Plasmids are passed to other bacteria by two methods. ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും. കോൺജുഗേഷൻ വഴിയും ഒക്കെ ഇത് ഒരു ബാക്ടീരിയയിൽ നിന്ന് ട്രാൻസ്ഫേർഡ് ആവും. ഫോർ മോസ്റ്റ് പ്ലാസ്മിഡ് ടൈപ്സ് കോപ്പീസ് ഇൻ ദ സൈറ്റോപ്ലാസം ആർ പാസ്ഡ്. അപ്പം ഒരു ബാക്ടീരിയയിൽ നിന്ന് വേറൊരു ബാക്ടീരിയയിലേക്ക് അത് ട്രാൻസ്ഫർ ആകുക എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ഒരു കോപ്പി ഫോം ചെയ്യും. ആ പ്രോജനിയാണ് ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫേർഡ് ആകുന്നത്. അടുത്ത നെക്സ്റ്റ് സൈറ്റോപ്ലാസത്തിൽ കാണുന്ന കമ്പോണൻ്റ് ആണ് റൈബോസോംസ്. ദേ ആർ നോൺ ആസ് ദ പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറി. റൈബോസോംസിന് പ്രോട്ടീൻ സിന്തസിസ് ക്യാരി ചെയ്യുന്നത് അവിടെയാണ്. കൺസിസ്റ്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്. റൈബോസോംസ് ഉണ്ടാക്കിയിരിക്കുന്നത് RNAയും പ്രോട്ടീൻസും ഉപയോഗിച്ചാണ്. അബണ്ടൻ്റ് ഇൻ ദ സൈറ്റോപ്ലാസം, often grouped in long chain called polyribosome. ബാക്ടീരിയയുടെ ക്രോമസോം ബാക്ടീരിയയുടെ റൈബോസോം പോളിറൈബോസോം ആണ്. ഗ്രൂപ്പായിട്ടാണ് അത് കാണപ്പെടുന്നത്. ആൻഡ് ദിസ് പോളിറൈബോസോം ഗീവ് ദ സൈറ്റോപ്ലാസം ഓഫ് ബാക്ടീരിയ എ ഗ്രാനുലാർ അപ്പിയറൻസ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇതിൻ്റെ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാനുലാർ ആയിട്ടാണ് ഒരു അപ്പിയറൻസ് ആണ്. ദാറ്റ് ഗ്രാനുലാർ അപ്പിയറൻസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് റൈബോസോംസ്. Smaller than the ribosomes in eukaryotic cell but similar. Function ഒക്കെ യൂക്കാരിയോട്സിലെ പോലെ തന്നെ സിമിലർ ആണ്. ബട്ട് ബാക്ടീരിയയുടെ റൈബോസോം കുറച്ചുകൂടെ സ്മോൾ ആണ്. ബാക്ടീരിയൽ റൈബോസോം ഹാവ് സെഡിമെൻറ്റേഷൻ റേറ്റ് ഓഫ് 70 years. ബാക്ടീരിയയിലെ ടൈപ്പ് ഓഫ് റൈബോസോം ഏത് ടൈപ്പാണ്? 70 years ടൈപ്പ്. ഈ 70 years റൈബോസോം 2 സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്, ഒരു സ്മോളർ സബ് യൂണിറ്റും ഉണ്ട്. സ്മോളർ സബ് യൂണിറ്റ് ഈസ് ദ 30 years സബ് യൂണിറ്റ് ആൻഡ് ദ ലാർജർ സബ് യൂണിറ്റ് ഈസ് ദ 50 years സബ് യൂണിറ്റ്. യെസ്, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് അത് സ്വെഡ്ബർഗ്. സെഡിമെൻറ്റേഷൻ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് സ്വെഡ്ബർഗ് എന്ന് പറയുന്നത്. They translate. Then what is the function of ribosome? They translate the genetic material from molecular language of nucleic acid to that of amino acid, the building block of proteins. They are ribosomes എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറി ആണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ അത് ഒരു ജനറ്റിക് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത്, ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് അത് നൈട്രജൻ ബേസസിൻ്റെ ലാംഗ്വേജിലാണുള്ളത്. ആ ജനറ്റിക് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അമിനോ ആസിഡിൻ്റെ ലാംഗ്വേജ് ആക്കി മാറ്റുന്നത്, ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് ക്യാരി ചെയ്യുന്നത് റൈബോസോംസ് ആണ്. Bacterial ribosome are similar to those of eukaryotes but are smaller and slightly different composition. Bacterial ribosomes are never bound to other organelles, are sometimes bound to endoplasmic reticulum in eukaryotes. ബാക്ടീരിയയുടെ റൈബോസോം യൂക്കാരിയോട്ടിക് റൈബോസോമിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ്. സൈസിൽ
ടൈപ്പിലും ഒക്കെയുള്ള വ്യത്യാസം ഉണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയയുടെ റൈബോസോം ഒരിക്കലും ഒന്നുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടത്തില്ല. യൂക്കാരിയോട്ടിക് റൈബോസോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, അതല്ലാതെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലോമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ഇതും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമേ ആബ്സെൻ്റ് ആണ് ബാക്ടീരിയയിൽ. അതുപോലെ വേറെ ഒരു ഓർഗനൽസുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് ബാക്ടീരിയയിൽ റൈബോസോംസ് പ്രസൻ്റ് ആയിരിക്കത്തില്ല. എപ്പോഴും ഫ്രീ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയൽ റൈബോസോംസും വേറൊരു വ്യത്യാസമാണ്. സം ആൻറ്റിബയോട്ടിക്സ് വിൽ ഇൻഹിബിറ്റ് ദ ഫങ്ഷൻ ഓഫ് ബാക്ടീരിയൽ റൈബോസോം ബട്ട് നോട്ട് യൂക്കാരിയോട്ടിക്. ചില ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് ബാക്ടീരിയയുടെ റൈബോസോമിൻ്റെ ഫങ്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നതായ ചില ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂക്കാരിയോട്സിൽ വരുന്നില്ല. അങ്ങനെയുള്ള ബാക്ടീരിയൽ റൈബോസോമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കിന് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോമൈസിൻ. അത് 70S റൈബോസോമിൽ ബൈൻഡ് ചെയ്യുന്നു, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. റൈബോസോമിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ സ്മോളർ സബ് യൂണിറ്റ്, ഇത് ലാർജർ സബ് യൂണിറ്റ്. അത് രണ്ടും കൂടെ ചേർന്നിട്ട് ഉള്ള 70S ടൈപ്പ് റൈബോസോം. Then next, nucleoid. Unlike the eukaryotic cell, bacteria do not have membrane enclosed nucleus. Membrane enclosed nucleus bacteria ഉണ്ടായിരിക്കത്തില്ല. Nucleoid is a region of cytoplasm where the chromosomal DNA is located. എവിടെയാണോ ക്രോമസോമൽ DNA കാണുന്നത് ആ പോർഷനാണ് ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നത്. മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കത്തില്ല. സിംപ്ലി ആൻ ഏരിയ ഓഫ് സൈറ്റോപ്ലാസം വെയർ സ്ട്രാൻഡ്സ് ഓഫ് DNA. സൈറ്റോപ്ലാസത്തിൽ തന്നെ DNA സ്ട്രാൻഡ്സ് കാണുന്ന റീജിയനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ പോർഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം. പിന്നെ മെംബ്രെയിൻ ബൗണ്ടായിട്ട് ഒന്നും ആയിരിക്കത്തില്ല. എവിടെയാണോ DNA ഇത് കാണുന്നത് ആ ഭാഗത്തിനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. ഇനി ബാക്ടീരിയയുടെ ക്രോമസോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബാക്ടീരിയൽ ക്രോമസോം കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സർക്കിൾ ഓഫ് ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. ബാക്ടീരിയൽ ക്രോമസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ്. ഇനി ആ DNA പ്രത്യേകത എന്തുവാണ്? DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതിൻ്റെ രണ്ട് സ്ട്രാൻഡ്സും ദേ ആർ ആൻറ്റി പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ദ ബേസസ് ആർ ലിങ്ക് ടുഗദർ വിത്ത് ഹൈഡ്രജൻ ബേസ്, ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ച് ആ ബേസസ് ലിങ്ക് ചെയ്ത് അത് ആൻറ്റി പാരലായിട്ട് കാണപ്പെടുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് മോസ്റ്റ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ ഓർഗനിസം. അതിനകത്ത് ജനറ്റിക് മെറ്റീരിയൽ മുഴുവൻ പ്രസൻ്റ് ആയിട്ടുള്ളത് DNA-യിലായിരിക്കും. Unlike the DNA in as in all organism, bacterial DNA contains 4 nitrogen bases. എല്ലാ ഇതിലേയും പോലെ ഇതിനകത്തുമുണ്ട്, ബാക്ടീരിയൽ DNA-ക്കകത്തുമുണ്ട് നൈട്രജൻ ബേസസ് 4 എണ്ണം. അഡിനീൻ, ഗ്വാനീൻ, തൈമീൻ ആൻഡ് സൈറ്റോസിൻ. 4 nitrogen bases. അഡിനീൻ, സൈറ്റോസിൻ, ഗ്വാനീൻ ആൻഡ് തൈമീൻ. The amount of DNA, ബാക്ടീരിയയുടെ DNA ക്രോമസോംസ്, ക്രോമസോംസിലുള്ള ബാക്ടീരിയയുടെ DNA ഓരോ ഓർഗനിസത്തിലും വ്യത്യാസമായിരിക്കും. ഇതിനകത്ത് മൈക്കോപ്ലാസ്മ ഗല്ലിനേരത്തിനകത്താണെങ്കിൽ ഇത്രയും എമൗണ്ടിലാണുള്ളത്. 5,80,000 ബേസ് പെയേഴ്സ് ആണ് ഉള്ളത്. എന്നാൽ ഇതിനകത്ത് ഈക്കോളയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് 47 lakhs ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ മൈക്കോകോക്കസിലാണെന്നുണ്ടെങ്കിൽ 91 lakhലാണ് അത് കാണപ്പെടുന്നത്. അങ്ങനെ ഓരോ ഓർഗനിസവും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എമൗണ്ട് ഓഫ് DNA ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ക്രോമസോം, ബാക്ടീരിയൽ ക്രോമസോം വേരീസ് ആണ്. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന വേറൊരു ഫീച്ചറാണ്, വേറൊരു സ്ട്രക്ചറാണ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറഞ്ഞാൽ സെല്ല് സാധാരണ എന്തെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അത് പിന്നീട് അതിനാവശ്യമായി വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സാണ് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. Inclusion bodies. Bacteria can have within their cytoplasm variety of small bodies called inclusion bodies. ഈ ഇൻക്ലൂഷൻ ബോഡീസ് തന്നെ they are called granules
and others are called vesicles. Inclusion bodies രണ്ട് ടൈപ്പിലാണ്, granules and vesicles. Inclusions are considered to be non-living components of the cell that do not possess metabolic activity and not bound by membrane. Inclusions non-living bodies ആണ്. കോമൺ ആയിട്ടുള്ള ഇൻക്ലൂഷൻസ് ആണ് ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ്, ക്രിസ്റ്റൽ, പിഗ്മെൻറ്റ്സ്. ഇതെല്ലാം ഇൻക്ലൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഈ ഇൻക്ലൂഷൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു, ഗ്രാന്യൂൾസും വെസിക്കിൾസും എന്ന്. ഇനി ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസ്ലി കോമ്പാക്റ്റഡ് സബ്സ്റ്റൻസ് വിത്തൗട്ട് മെംബ്രെയിൻ കവറിങ് ഉള്ളതിനെയാണ് ഗ്രാന്യൂൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഗ്രാന്യൂൾസ് കൂടുതലും ന്യൂട്രിയൻസിൻ്റെ റിസർവ് മെറ്റീരിയൽസ് ആണ്. അത് ഞാൻ പറഞ്ഞത്, എപ്പോഴെങ്കിലും കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. റിസർവ് മേ ബി സ്റ്റോർഡ് ഇൻ ദ സൈറ്റോപ്ലാസം ഇൻ ദ ഫോം ഓഫ്. അപ്പോൾ കാർബൺ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് റിസർവ് ചെയ്ത് വെക്കുന്ന ഫോമാണ് ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്. പിന്നെ ലിപ്പിഡ്സ്, പോളിഫോസ്ഫേറ്റ്, ഫോസ്ഫറസ് റിച്ച് എൻവയോൺമെൻറ്റിൽ ബാക്ടീരിയ ജീവിക്കുന്ന സമയത്ത് ഫോസ്ഫറസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് പോളിഫോസ്ഫേറ്റ്. ഓർ ഇൻ സം കേസസ് സൾഫർ ബാക്ടീരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൾഫർ, നൈട്രജൻ ഗ്രാന്യൂൾസ്, ഇതൊക്കെ. ഈച്ച് ഗ്രാന്യൂൾ കണ്ടെയ്ൻസ് സ്പെസിഫിക് സബ്സ്റ്റൻസ് സച്ച് ആസ് ഗ്ലൈക്കോജൻ ആൻഡ് പോളിഫോസ്ഫേറ്റ് and they supply energy to metabolic process. Sulfur bacteria contain reserve granule or reserve granule of sulfur. Sulfur bacteria കാണുന്നത് ഇതെല്ലാം തന്നെ these granules are depleted in starvation. ഇനി ചില ബാക്ടീരിയയിൽ കാണുന്ന വേറൊരു സ്ട്രക്ചറാണ് വെസിക്കിൾസ്. അപ്പം ഇൻക്ലൂഷൻസ് തന്നെ ഗ്രാന്യൂൾസും വെസിക്കിൾസും ഉണ്ട്. വെസിക്കിൾസ് എന്താണെന്ന് നോക്കിക്കേ. സം അക്വാട്ടിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആൻഡ് സൈനോബാക്ടീരിയ ഹാവ് റിജിഡ് ഗ്യാസ് ഫിൽഡ് വാക്യൂൾസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഫ്ലോട്ടിംഗ് അറ്റ് എ സർട്ടൺ ലെവൽ. അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസിലാണ്, ബാക്ടീരിയയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അതിനെ ഫ്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് വാക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ചില മാഗ്നറ്റിക് ബാക്ടീരിയ ഉണ്ട്, മാഗ്നെറ്റോടാക്റ്റിക് ബാക്ടീരിയ. അങ്ങനെയുള്ള ബാക്ടീരിയ, അങ്ങനെയുള്ളൊരു ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് അക്വാസ്പൈറില്ലം മാഗ്നെറ്റോടാക്റ്റിക്കം. ഈ അക്വാസ്പൈറില്ലം മാഗ്നെറ്റോടാക്റ്റിക്കത്തിൽ ഈ അയൺ ഓക്സൈഡിൻ്റെയൊക്കെ അയൺ ഓക്സൈഡ് എല്ലാം കൂടെ ഒരു ഫോമിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റൈറ്റ്. The presence of such magnetic inclusions enable the bacteria to respond to magnetic field. Magnetic fieldനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ബാക്ടീരിയയെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള മാഗ്നറ്റിക് അല്ലെങ്കിൽ ഈ മാഗ്നറ്റൈറ്റ് കാണുന്ന ഇതിന് എക്സാമ്പിളാണ് മാഗ്നെറ്റോസോംസ് എന്ന് പറയും. മാഗ്നെറ്റോസോംസ്, they are inclusions of iron oxide. Magnetosomes are inclusions of iron oxide. Magnetotactic bacteriയയിൽ കാണുന്ന ഇൻക്ലൂഷന് എക്സാമ്പിളാണ് അയൺ ഓക്സൈഡിൻ്റെയൊക്കെ. അപ്പം നമ്മൾ ആദ്യത്തെ കാറ്റഗറി നമ്മൾ കഴിഞ്ഞു, സ്ട്രക്ചേഴ്സ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ സെൽ. ദെൻ അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ വരികയാണ് സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പിനകത്ത് ഉള്ളതാണ്, അല്ലെങ്കിൽ സെൽ എൻവലപ്പ് കൺസ്റ്റിറ്റ്യൂട്ട് പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് സെൽ വോൾ. സെൽ വോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് ടൈപ്പ് സെൽ വോൾ നമുക്ക് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് സെൽ വോളും ഗ്രാം നെഗറ്റീവ് സെൽ വോളും. സോ ദ നെക്സ്റ്റ് സ്ട്രക്ചർ ദാറ്റ് ഈസ് the cell category, that is cell envelope, that includes the cell wall. Bacterial cell wall. The layer of the cell envelope lying between the cytoplasmic membrane and the capsule are referred as cell wall. Capsulinum cell membraneum ഇടയിലുള്ള സെൽ എൻവലപ്പിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ സെൽ വോൾ എന്ന് വിളിക്കുന്നത്. ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടിക്കോയിക് ആസിഡ് ആൻഡ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഇനി സെൽ വോളിന് ഒത്തിരിയും ഫങ്ഷൻസ് ഉണ്ട്. അത് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ
The cell wall differs from another organism by the presence of peptidoglycan, which is located immediately outside the cytoplasmic membrane. Membrane പുറത്തായിട്ടാണ് ഈ ലെയർ കാണപ്പെടുന്നത്. Peptidoglycan is responsible for the rigidity. ബാക്ടീരിയയ്ക്ക് റിജിഡിറ്റി കൊടുക്കുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് peptidoglycan. And is not considered to be permeability barrier. അതായത് പെർമിയബിലിറ്റി ആയിട്ട് യാതൊരു റിലേഷനും ഇല്ല. All bacterial cell wall with a few exception, example intracellular bacteria such as mycoplasma. Mycoplasma are cell wall deficient bacteria contain peptidoglycan. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ബാക്ടീരിയയിലും ചില എക്സെപ്ഷൻസ് ഒഴിച്ചിട്ട് എല്ലാ ബാക്ടീരിയയിലും കാണുന്ന കമ്പോണൻ്റാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഇതൊരു ബാക്ടീരിയയുടെ സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഇന്നർമോസ്റ്റ് ഭാഗമാണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ എവിടെയാണോ DNA കാണപ്പെടുന്നത് ആ ഭാഗത്തിനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കും. പിന്നെ ഈ കാണുന്ന ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് പൈലൈ എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണുന്ന ഗ്രാന്യൂൾസ് പോലെ കാണപ്പെടുന്നതാണ് റൈബോസോംസ്. സെൽ വോളിന് ഇന്നറായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് സെൽ മെംബ്രെയിൻ. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്യാപ്സ്യൂളാണ്. ക്യാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ അതിന് ഇന്നറായിട്ട് കാണുന്ന ഭാഗമാണ് സെൽ വോൾ. ഒരു ബാക്ടീരിയൽ അനാറ്റമിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെൽ വോൾ തന്നെ രണ്ട് ടൈപ്പിലുള്ള സെൽ വോളുണ്ട്, ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. ഗ്രാം പോസിറ്റീവ് സെൽ വോൾ ഈസ് യൂഷ്വലി തിക്ക്, ഹോമോജീനസ്, കമ്പോസ്ഡ് മെയിൻലി ഓഫ് peptidoglycan. Gram positive cell wall is made up of peptidoglycan. And the peptidoglycan of gram positive bacteria constitute about 50 to 90% of the total dry weight. Dry weight of the cell wall എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഡ്രൈ വെയ്റ്റിൻ്റെ 50 to 90% peptidoglycan ആണ്. പിന്നെ in addition to peptidoglycan, cell wall of gram positive bacteria contain teichoic acids. They are the polymers of glycerol and phosphate, glycerol or ribitol joined by phosphate group. അതാണ് ടീക്കോയിക് ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടും ഗ്രാം പോസിറ്റീവിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇനി നമുക്ക് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമുക്ക് ഗ്രാം പോസിറ്റീവിലെ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാം പോസിറ്റീവിലും പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്, ഗ്രാം നെഗറ്റീവിലും ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി തിൻ ലെയർ ആയിട്ടാണ് ഗ്രാം നെഗറ്റീവിൽ കാണുന്നത്. ഗ്രാം പോസിറ്റീവിൽ ദ പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ് മേജർ കമ്പോണൻറ്റ്. The major component of gram positive cell wall is in gram positive bacterial cell wall is peptidoglycan. The peptidoglycan അതിൻ്റെ വേറൊരു പേരാണ് മ്യൂറീൻ എന്നും വിളിക്കും. അതൊരു പോളിമറാണ്, ഒരു മെഷ് ലൈക്ക് ലെയറായിട്ടാണ് അത് കാണപ്പെടുന്നത്. ഈ പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 types of amino sugars and amino acids. Peptidoglycan is made up of 2 amino sugars, N-acetyl glucosamine and N-acetyl muramic acid. This N-acetyl muramic acid and 2 type amino sugars ആണ് പെപ്റ്റിഡോഗ്ലൈക്കണകത്തുള്ളത്. N-acetyl muramic acid നാം എന്ന് നമ്മൾ വിളിക്കും, N-acetyl glucosamine നാഗ് എന്ന് നമ്മൾ വിളിക്കും. ഈ നാമും നാഗും തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുകയാണ്. നാമും നാഗും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബോണ്ട് ഉപയോഗിച്ചാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് β14 ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഈ നാമും നാഗും കൂടാതെ പെപ്റ്റിഡോഗ്ലൈക്കണകത്ത് 4 തരത്തിലുള്ള അമിനോ ആസിഡ്സും കൂടിയുണ്ട്. ഈ അമിനോ ആസിഡ്സ് എല്ലാം കൂടി ഒരു ടെട്രാ പെപ്റ്റൈഡ് ചെയിനാണ് ഫോം ചെയ്യുന്നത്. N-acetyl glucosamine, muramic acid, β14 linkage. കോവാലൻ്റലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഇതായിരിക്കും. ഓൾസോ നോൺ ആസ് മ്യൂറീൻ. ഒരു മെഷ് ലൈക്ക് ലെയറാണ്. ഈ പെപ്റ്റിഡോഗ്ലൈക്കനകത്തെ നാമും നാഗും വിച്ച് ഫോം ദ ബാക്ക് ബോൺ ഓഫ് ദ പെപ്റ്റിഡോഗ്ലൈക്കൺ. പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ ബാക്ക് ബോൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ട്രക്ചറാണ് നാഗും നാമും, അല്ലെങ്കിൽ N-acetyl ഗ്ലൂക്കോസമീനും N-acetyl മ്യൂറാമിക് ആസിഡും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇറ്റ് കണ്ടെയ്ൻസ് 4 types of amino acids. ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ
പടമാണ് ഈ വരച്ചേക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് എൻ-അസറ്റൈൽ ഗ്ലൂക്കോസമീൻ, എൻ-അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, നാഗ്, നാമ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ബോണ്ടാണ് β14 ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇത് രണ്ടും കൂടാതെ, ഈ 2 അമിനോ ഷുഗേഴ്സ് കൂടാതെ ഇതിൽ 4 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് പ്രസൻ്റ് ആണ്. ആ 4 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് L-അലാനിൻ, D-ഗ്ലൂട്ടാമിക് ആസിഡ്, L-ലൈസീൻ or mesodiaminopymalic acid and D-alanin. ഇവിടെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്. L and D amino acids are arranged alternatively. എല്ലും ഡിയും ലീവോ റൊട്ടേറ്ററി, അതിൻ്റെ റൊട്ടേഷൻ വെച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. എൽ ലീവോ റൊട്ടേറ്ററി, ഡി ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അപ്പോൾ ഒരു എല്ലോ അമിനോ ആസിഡ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്തതൊരു ഡി അമിനോ ആസിഡ് ആണ്, വീണ്ടും ഒരു എല്, പിന്നെ ഒരു ഡി. ഈ ഡി അമിനോ ആസിഡ്സ്, ദാറ്റ് ഈസ് unique feature of gram positive cell wall. Presence of D amino acid is a unique feature of gram positive cell wall ആണ്. അപ്പം എല്ലും ഡിയും ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ അമിനോ ആസിഡ് ചെയിനെ നമ്മൾ ടെട്രാപെപ്റ്റൈഡ് ചെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ടെട്രാപെപ്റ്റൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നാം മോളിക്യൂളിലേക്കാണ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ദ NAM molecule. It is attached to the carboxyl group of the NAM molecule. NAM moleculeന്റെ കാർബോക്സിൽ ഗ്രൂപ്പിലേക്കാണ്, C ഡബിൾ ബോണ്ട് O, ആ കാർബോക്സിൽ ഗ്രൂപ്പിലേക്കാണ് ഈ ടെട്രാപെപ്റ്റൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെയും പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ എപ്പോഴും L-അലാനിനാണ്. L-അലാനിൻ ഇൻ പൊസിഷൻ 1 ആൻഡ് ഇൻ ദ സെക്കൻഡ് പൊസിഷൻ D-ഗ്ലൂട്ടാമിക് ആസിഡ്. Third position may be L-lysine or mesodiaminopymalic acid. That is variable. മാറി മാറി വരാം, ബാക്ടീരിയ അനുസരിച്ച് മാറി വരും. ഇനി ഫോർത്ത് അമിനോ ആസിഡ് D-അലാനിൻ. എപ്പോഴും ഫസ്റ്റും സെക്കൻഡും ഫോർത്തും ഒരേപോലെ ആയിരിക്കും. ഏതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് പൊസിഷൻസ് സെയിം ആയിരിക്കും. എന്നാൽ തേർഡ് പൊസിഷൻ വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അത് L-ലൈസീൻ ആകാം, മീസോഡൈഅമിനോപൈമലിക് ആസിഡ് ആകാം. സോ L-അലാനിൻ, D-ഗ്ലൂട്ടാമിക് ആസിഡ്, L-ലൈസീൻ ആൻഡ് D-അലാനിൻ. അപ്പോൾ ടെട്രാപെപ്റ്റൈഡ് ചെയിൻ. ഈ ടെട്രാപെപ്റ്റൈഡ് ചെയിൻ കണക്ട് ചെയ്തിരിക്കുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് ദ നാം മോളിക്യൂൾ. അപ്പോൾ ഇനിയും ഇവിടെ ഒരു നാഗ് മോളിക്യൂൾ വന്നു. ഇനി വീണ്ടും അടുത്ത ഒരു ഓൾട്ടർനേറ്റ് നാം മോളിക്യൂൾ വരും, അടുത്ത പൊസിഷനിലും നാം മോളിക്യൂൾ വരും. അപ്പോൾ അങ്ങനെ അവിടെയും ഒരു ടെട്രാപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യാം. ഈ നെയ്ബറിംഗ് ആയിട്ടുള്ള ടെട്രാപെപ്റ്റൈഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നെയ്ബറിംഗ് ടെട്രാപെപ്റ്റൈഡ്സ്, ദേ ആർ കണക്റ്റഡ് ബൈ പെൻഡാഗ്ലൈസീൻ പെപ്റ്റൈഡ് ഇന്റർബ്രിഡ്ജ്. 1 2 3 4 5 ഗ്ലൈസീൻ മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പെൻഡാഗ്ലൈസീൻ പെപ്റ്റൈഡ് ഇന്റർബ്രിഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ് ഈ പെൻഡാഗ്ലൈസീൻ പെപ്റ്റൈഡ് ഇന്റർബ്രിഡ്ജ് ഫോം ചെയ്തിരിക്കുന്നത്? അടുത്തടുത്തുള്ള ടെട്രാപെപ്റ്റൈഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ അടുത്തടുത്തുള്ള ടെട്രാപെപ്റ്റൈഡ് തമ്മിൽ ഇത് എങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? പെൻഡാഗ്ലൈസീൻ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ ടെർമിനൽ D-അലാനിൻ ഓഫ് ദ ഫസ്റ്റ് ടെട്രാപെപ്റ്റൈഡ് ചെയിൻ ആൻഡ് ദ L-ലൈസീൻ ഓഫ് ദ നെയ്ബറിംഗ് ടെട്രാപെപ്റ്റൈഡ് ചെയിൻ. ആദ്യത്തെ ടെട്രാപെപ്റ്റൈഡ് ചെയിനിലുള്ള അവസാനത്തെ അമിനോ ആസിഡ് ഏതാണ്? D-അലാനിൻ. അവസാനത്തെ അമിനോ ആസിഡായ D-അലാനിനും തൊട്ടടുത്ത ടെട്രാപെപ്റ്റൈഡ് ചെയിനിൽ വരുന്ന മൂന്നാമത്തെ അമിനോ ആസിഡാണ് L-ലൈസീൻ. ഇത് രണ്ടും തമ്മിലാണ് ഈ പെൻഡാഗ്ലൈസീൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. വീണ്ടും ആ ചെയിനിലെ ഫോർത്ത് അമിനോ ആസിഡ് അല്ലെങ്കിൽ ടെർമിനൽ അമിനോ ആസിഡ് ഫ്രീ ആയി അതും അതിൻ്റെ തൊട്ടടുത്തുള്ള തേർഡും തമ്മിൽ ലിങ്കേജ് വരും.
അങ്ങനെയാണ് നെയ്ബറിംഗ് ടെട്രാപെപ്റ്റൈഡ്സ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ സ്ട്രക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ്. നാം മോളിക്യൂളുണ്ട്, നാഗ് മോളിക്യൂളുണ്ട്, β14 ലിങ്കേജ് ഉണ്ട്, ഒരു ടെട്രാപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്, അതിൽ 4 അമിനോ ആസിഡ്സ് അത് നാം മോളിക്യൂളിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ടെട്രാപെപ്റ്റൈഡ് ചെയിനുകൾ തമ്മിൽ പെൻഡാഗ്ലൈസിൻ ബോണ്ട് ഉപയോഗിച്ച് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഇത് ഗ്രാം പോസിറ്റീവിൻ്റെയും ഗ്രാം നെഗറ്റീവിൻ്റെയും സെൽ വോളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് സൈറ്റോപ്ലാസം വരും. ഇത് ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് ഈ നീല കളറിൽ വരച്ചിരിക്കുന്ന പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറഞ്ഞാൽ സെൽ വോളിനും സെൽ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസിനാണ്. അത് വളരെ ചെറിയ ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. പിന്നെ പുറമേ വരച്ചിരിക്കുന്ന ഇതാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഇറ്റ് ഫോംസ് എ തിക്ക് ലെയർ ഇൻ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. എന്നാൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ വളരെ ഇതായിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പെരിപ്ലാസ്മിക് സ്പേസ് ആണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കുള്ളത്. ആ പെരിപ്ലാസ്മിക് സ്പേസിലാണ് അതിൻ്റെ പെപ്റ്റിഡോഗ്ലൈക്കൺ പ്രസൻ്റ് ആയിട്ടുള്ളത്. പോസിറ്റീവിലും നെഗറ്റീവിലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളാണുള്ളത്. പെപ്റ്റിഡോഗ്ലൈക്കൺ ഇവിടെ ഗ്രാം പോസിറ്റീവിൽ ഏറ്റവും ഔട്ടർ ലെയറായിട്ടാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ കാണപ്പെടുന്നത്. എന്നാൽ ഗ്രാം നെഗറ്റീവിൽ അങ്ങനെയല്ല. ഈ പെരിപ്ലാസ്മിക് സ്പേസിനകത്താണ് പെപ്റ്റിഡോഗ്ലൈക്കൺ ഉള്ളത്. അതിനും പുറമേ ആയിട്ടാണ് ഔട്ടർ മെംബ്രെയിൻ വരുന്നത്. അപ്പോൾ ഔട്ടർ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും ഇടയിലുള്ള സ്പേസാണ് പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് ഇവിടെ നമുക്ക് പറയാം. ആ ഔട്ടർ മെംബ്രെയിനും പെപ്റ്റിഡോഗ്ലൈക്കനും കൂടെ ചേരുന്നതാണ് ഗ്രാം നെഗറ്റീവിലെ സെൽ വോൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ സെൽ വോൾ എന്ന് പറഞ്ഞാൽ പെപ്റ്റിഡോഗ്ലൈക്കൺ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഗ്രാം പോസിറ്റീവ് സെൽ വോളിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. ഗ്രാം പോസിറ്റീവിൽ ഞാൻ പറഞ്ഞു പെപ്റ്റിഡോഗ്ലൈക്കൺ ഒരു വളരെ തിക്ക് ലെയറായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ ഇതാകുന്നത്. ഇനിയും പെപ്റ്റിഡോഗ്ലൈക്കൺ കൂടാതെ, പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ് നമ്മൾ പഠിച്ചത്, നാമും നാഗും ടെട്രാപെപ്റ്റൈഡ് ചെയിനും. ഇത് കൂടാതെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിനകത്ത് കാണുന്ന ഒരു കമ്പോണൻ്റാണ് ടീക്കോയിക് ആസിഡ്സ്. They are polymers containing glycerol or ribitol linked by phosphate group. ഈ ടീക്കോയിക് ആസിഡ്സ് തന്നെ 2 ടൈപ്പിലുള്ള ടീക്കോയിക് ആസിഡ്സ് ഉണ്ട്. ഇതിനെ നമുക്ക് വോൾ ടീക്കോയിക് ആസിഡ് എന്ന് വിളിക്കാം. വേറൊരു ഗ്രൂപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട് ലിപ്പോ ടീക്കോയിക് ആസിഡ്സ്. വോൾ ടീക്കോയിക് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ പെപ്റ്റിഡോഗ്ലൈക്കണയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇവിടുന്ന് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ നേരെ പെപ്റ്റിഡോഗ്ലൈക്കണയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ടീക്കോയിക് ആസിഡ്സിനെയാണ് വോൾ ടീക്കോയിക് ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ചില ടീക്കോയിക് ആസിഡ്സ് ഉണ്ട് നേരെ താഴെയുള്ള, ഇതിപ്പോൾ സെൽ വോളാണ്, ഇത്രയും വരെ വരുന്ന ഭാഗം സെൽ വോളാണ്, അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന ഭാഗം സെൽ മെംബ്രെയിനാണ്. ഈ ടീക്കോയിക് ആസിഡ്സ്, ചില ടീക്കോയിക് ആസിഡ്സ് ഉണ്ട് നേരെ താഴെയുള്ള പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ്സിലേക്ക് വന്ന് കണക്ട് ചെയ്യും. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനകത്ത് വരുന്നതാണ് ലിപ്പിഡ്സ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ലിപ്പിഡയിലേക്ക് വന്ന് കണക്ട് ചെയ്യും. അങ്ങനെ പ്ലാസ്മ മെംബ്രെയിൻ ലിപ്പിഡ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ടീക്കോയിക് ആസിഡ്സിനെയാണ് നമ്മൾ ലിപ്പോ ടീക്കോയിക് ആസിഡ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ മെംബ്രെയിൻ ടീക്കോയിക് ആസിഡ്സ് എന്നും നമുക്ക് വിളിക്കാം. മെംബ്രെയിൻ ടീക്കോയിക് ആസിഡ്സ്, ദേ ആർ കോൾഡ് മെംബ്രെയിൻ ഓർ ലിപ്പോ ടീക്കോയിക് ആസിഡ്സ്. അങ്ങനെ 2 ടൈപ്പ് ടീക്കോയിക് ആസിഡ്സും ഗ്രാം പോസിറ്റീവ് സെൽ വോളിനകത്ത് കാണപ്പെടുന്നുണ്ട്. Teichoic acids are connected either peptidoglycan or to plasma membrane lipids. Absent in gram-negative bacteria. Gram-negative bacteria teichoic acids absent ആണ്. അതിൻ്റെ ഫങ്ഷൻ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് ആണ്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സപ്ലൈ ഓഫ് മാഗ്നീഷ്യം. ATP സിന്തസിസ് ഒക്കെ നടക്കുമ്പോൾ വേണ്ട ഒരു എലമെൻ്റാണ് മാഗ്നീഷ്യം ബൈ ബൈൻഡിങ് Mg2+. നോർമൽ സെൽ ഡിവിഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട്. ഫോർ മോസ്റ്റ് പാർട്ട് പ്രോട്ടീൻ ഈസ് നോട്ട്, പല ഗ്രാം പോസിറ്റീവ് സെൽ വോളിനകത്തും പ്രോട്ടീൻ കാണപ്പെടത്തില്ല. ബട്ട് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് സെൽ വോൾ എക്സെപ്റ്റ് M പ്രോട്ടീൻ ഓൺ ഗ്രൂപ്പ് സ്ട്രെപ്റ്റോകോക്കൈ. എന്നാൽ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ പ്രസൻ്റ് ആണ്. അതാണ് M ടൈപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാം നെഗറ്റീവ് സെൽ വോൾ.
ഗ്രാം നെഗറ്റീവ് സെൽ വോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് സെൽ വോളിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഗ്രാം പോസിറ്റീവ് സെൽ വോളിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ മാത്രമാണ് കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്, പിന്നെ ടീക്കോയിക് ആസിഡ്സും വരും, മെജോറിറ്റി പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. എന്നാൽ ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ ആൻഡ് ഔട്ടർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിനും പെപ്റ്റിഡോഗ്ലൈക്കണും കൂടെ ചേരുന്നതാണ് ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വോൾ എന്ന് പറയുന്നത്. അതിൽ ഈ പെപ്റ്റിഡോഗ്ലൈക്കൺ പെരിപ്ലാസ്മിക് സ്പേസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പെരിപ്ലാസ്മിക് സ്പേസിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കണും അതിന് ഔട്ടറായിട്ട് കാണുന്ന ഔട്ടർ മെംബ്രെയിനും കൂടെ ചേരുമ്പോഴാണ് ഗ്രാം നെഗറ്റീവ് സെൽ വോൾ ഉണ്ടാകുന്നത്. ഗ്രാം നെഗറ്റീവ് സെൽ വോൾ ഇതാണ് ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വോളിൻ്റെ ഇതാണ്. അതിനകത്ത് ഈ ഇത്രയും ഭാഗമാണ് അതിനകത്ത് പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഈ ബോക്സ് ആയിട്ട് വരച്ചിരിക്കുന്ന ഇതാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ. ഇവിടെ നോക്കി ഇതിനകത്ത് ഈ പെരിപ്ലാസ്മിക് സ്പേസിലാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ കാണുന്നത്. ആ പെപ്റ്റിഡോഗ്ലൈക്കൺ ലെയറിനും ഔട്ടറായിട്ടാണ് ഔട്ടർ മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഈ ഔട്ടർ മെംബ്രെയിനും ഈ പെപ്റ്റിഡോഗ്ലൈക്കണും കൂടെ ചേരുമ്പോഴാണ് ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വോള് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഔട്ടർ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലും ദാറ്റ് ഈസ് വെരി കോംപ്ലക്സ്. അപ്പം കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് ആയിട്ടുള്ള സെൽ വോളാണ് ഗ്രാം നെഗറ്റീവിനുള്ളത്. ഇറ്റ്സ് മൾട്ടി ലെയേർഡ് ആണ്, അതായത് പെപ്റ്റിഡോഗ്ലൈക്കണും ഔട്ടർ മെംബ്രെയിനുമുണ്ട്, കോംപ്ലക്സ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൺ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കംപ്രൈസ് ഓൺലി 10%. ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ 40 to 90% പെപ്റ്റിഡോഗ്ലൈക്കൺ ആണ്. എന്നാൽ ഗ്രാം നെഗറ്റീവ് നോക്കിക്കഴിയുമ്പോൾ അതൊരു വളരെ തിൻ ലെയർ ആയിട്ടാണ് ഗ്രാം നെഗറ്റീവിൽ കാണപ്പെടുന്നത്. ഒരു 10% മാത്രമേ ഉള്ളൂ, ടോട്ടൽ ഡ്രൈ വെയ്റ്റിൻ്റെ 10% മാത്രമേ ഉള്ളൂ പെപ്റ്റിഡോഗ്ലൈക്കൺ. ഔട്ടർ മെംബ്രെയിൻ ലൈസ് ഔട്ട്സൈഡ് ദ തിൻ പെപ്റ്റിഡോഗ്ലൈക്കൺ. ഔട്ടർ മെംബ്രെയിൻ, അതിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് ഏറ്റവും പുറത്ത് കാണുന്നത്. ഇനി ഈ ഔട്ടർ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. പല തരത്തിലുള്ള പ്രോട്ടീൻസ് അതിനകത്ത് പ്രസൻ്റ് ഉണ്ട്. അതിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് ഔട്ടർ മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീന് എക്സാമ്പിളാണ് ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ. ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ, ദ മോസ്റ്റ് അബണ്ടൻറ്റ് protein present in gram negative bacteria, bronze lipoprotein. So periplasm, that is the region between the cytoplasmic membrane and outer membrane. In gram negative bacteria, all secreted proteins are contained within the periplasm, and periplasm is filled with proteins that are involved in various cellular activities. പെരിപ്ലാസത്തിൻ്റെ കാര്യങ്ങളാണ് ഇതുമായിട്ടെല്ലാം, സെല്ലുലാർ ആക്ടിവിറ്റീസും എല്ലാമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. gram negative cell wall, the peptidoglycan is very thin and next to plasma membrane 5 to 10%, and in E. coli it is about 2 millimeter thick. gram negative ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിളാണ് ഈ കോളായി. ആ ഈ കോളായിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത് ഒരു 2 നാനോമീറ്റർ തിക്നെസ്സിൽ വളരെ തിന്നായിട്ടുള്ള ഒരു 5 to 10% മാത്രം ഡ്രൈ വെയ്റ്റ് വരുന്ന ഒരു വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് ഗ്രാം നെഗറ്റീവിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറത്താണ് ഔട്ടർ മെംബ്രെയിൻ കാണുന്നത്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്. അതിലേറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ. ഈ ലിപ്പോപ്രോട്ടീൻ that is joined to the underlying plasma membrane, underlying peptidoglycan, not plasma membrane, underlying peptidoglycan. ഈ താഴെയുള്ള നമ്മൾ സെൽ വോൾ നോക്കിക്കഴിഞ്ഞാൽ പെപ്റ്റിഡോഗ്ലൈക്കൺ വേറെ ഒരു ലെയർ, ഔട്ടർ മെംബ്രെയിൻ വേറെ ഒരു ലെയറായിട്ടല്ല ഇരിക്കുന്നത്. രണ്ടും രണ്ടാണെങ്കിൽ പോലും ഇറ്റ് ഈസ് കണക്റ്റഡ്. ആ കണക്ഷൻ ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് ഈ ലിപ്പോപ്രോട്ടീൻ. ഈ ലിപ്പോപ്രോട്ടീൻ ഉപയോഗിച്ചാണ്, ഔട്ടർ മെംബ്രെയിനിലുള്ള ലിപ്പോപ്രോട്ടീൻ ഉപയോഗിച്ചാണ് സെൽ വോള് അതിന് താഴെയുള്ള പെപ്റ്റിഡോഗ്ലൈക്കണുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്, നോട്ട് ആസ് സെപ്പറേറ്റ് ആയിട്ടൊന്നും അല്ല ഇതിരിക്കുന്നത്. രണ്ട് കമ്പോണൻസ് ആണെങ്കിൽ പോലും
ഇതിലുള്ള പല ഔട്ടർ മെംബ്രെയിനിലുള്ള പല കമ്പോണൻസും താഴെയുള്ള പെപ്റ്റിഡോഗ്ലൈക്കണുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് കോവാലന്റ്ലി ലിങ്ക്ഡ് ടു ദ അണ്ടർലൈയിങ് പെപ്റ്റിഡോഗ്ലൈക്കൺ ആൻഡ് എംബഡഡ് ഇൻ ദ ഔട്ടർ മെംബ്രെയിൻ ബൈ ഇറ്റ്സ് ഹൈഡ്രോഫോബിക് എൻഡ്. The peptidoglycan layer is surrounded by outer membrane and its outside leaflet is made up of lipopolysaccharide rather than phospholipids. The outer membrane of gram-negative bacteria, it is made up of carbohydrate and proteins, various type of proteins, and that carbohydrate component is known as lipopolysaccharide. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ബ്രോൺസ് ലിപ്പോ പ്രോട്ടീൻ. പിന്നെ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കമ്പോണൻറ്റിനെയാണ് നമ്മൾ ലിപ്പോപോളിസാക്കറൈഡ് എന്ന് വിളിക്കുന്നത്. ലിപ്പോപോളിസാക്കറൈഡ് വളരെ മെഡിക്കലി നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റിജനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയൊക്കെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലിപ്പോപോളിസാക്കറൈഡിനെ നമുക്ക് അതിനെ 3 ഭാഗങ്ങളാണുള്ളത്. ലിപ്പിഡ് എ, കോർ പോളിസാക്കറൈഡ്, ഒ ആൻറ്റിജൻ സൈഡ് ചെയിൻ. അതിൽ ലിപ്പിഡ് എ മെംബ്രെയിനകത്ത് എംബഡഡ് ആയിരിക്കും. കോർ പോളിസാക്കറൈഡ് അതിൻ്റെ സർഫസിലായിരിക്കും കാണപ്പെടുന്നത്. ഈ ഒ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പോളിസാക്കറൈഡ് ചെയിനാണ് വിച്ച് എക്സ്റ്റെൻസ് ഔട്ട് ഫ്രം ദ കോറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഇനി ലിപ്പിഡ് എ നോക്കിക്കഴിഞ്ഞാൽ ലിപ്പിഡ് എ മോളിക്യൂൾ പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ടു റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ലിപ്പിഡ് എ ആണ്. പിന്നെ അതുപോലെ തന്നെ അത് ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് എൻഡോടോക്സിനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓ ആൻറ്റിജൻ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ആൻറ്റിജനിക് സൈഡ് ചെയിൻ, അതും കാർബോഹൈഡ്രേറ്റ്സ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ദേ ക്യാൻ റിപ്പീറ്റ് വിത്ത് ദെയർ സ്പെസിഫിക് ആൻറ്റിബോഡി. ഇതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഔട്ടർ മെംബ്രെയിൻ്റെ കെമിക്കൽ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള റീജിയനാണ് ലിപ്പിഡ് എ എന്ന് പറയുന്നത്. ലിപ്പിഡ് എ. It is made up of, the lipopolysaccharide is made up of lipid A, core polysaccharide, O antigen side chain. അതിലെ ഏറ്റവും innermost part lipid A. The lipid A is made up of 2 glucosamine disaccharide units. ഇതിനകത്ത് 2 ഗ്ലൂക്കോസമീൻ ഡൈസാക്കറൈഡ് യൂണിറ്റ്സ് ഉണ്ട് ലിപ്പിഡ് എയ്ക്കകത്ത്. ലിപ്പിഡ് എ ആണ് ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് വരുന്നത്. അതിനകത്ത് 2 ഗ്ലൂക്കോസമീൻ ഡൈസാക്കറൈഡ്സ് ഉണ്ട്. വിച്ച് ആർ കണക്റ്റഡ് ബൈ β16 ബോണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കണിൽ β14 ബോണ്ടാണ്, β16 ബോണ്ട്. പിന്നെ അതിനകത്ത് കാണുന്നതാണ് ഫാറ്റി ആസിഡ്സ്. അപ്പോൾ 2 ഗ്ലൂക്കോസമീൻ ഡൈസാക്കറൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത്രയും ചേരുന്നതാണ് ലിപ്പിഡ് എ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ആസിഡ്സ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ടോട്ടലി ദെയർ ആർ 6 ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. 1, 2, 3, 4, 5, 6. ഈ വന്നിരിക്കുന്നത് ഫോസ്ഫേറ്റിൻ്റെ സ്ട്രക്ചറും കൂടെ ചേർത്താണ് ഇത് വരച്ചിരിക്കുന്നത്. 6 ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് കാണപ്പെടുന്നുണ്ട്. 6 long chain fatty acids, they are lauric acid, myristic acid and palmitic acid. ഏതൊക്കെയാണ് ആസിഡ്സ്? 6 long chain fatty acids, lauric acid, palmitic acid and myristic acid. ഇത് 3ഉം 1:1:1 റേഷ്യോയിൽ ഓരോന്ന് വീതമാണുള്ളത്. 6 ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഇത് 3 ഓരോ മോളിക്യൂൾ വീതം കാണും. പിന്നെ ഇൻ അഡീഷൻ ദർ ആർ 3 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രോമെറിസ്റ്റിക് ആസിഡ്. അപ്പം അങ്ങനെ 6 എണ്ണം. ഇത് 3 ഓരോന്ന് വീതം. ഇത് ഹൈഡ്രോമെറിസ്റ്റിക് ആസിഡ് 3 എണ്ണം. അങ്ങനെ 6 ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് പ്രസൻ്റ് ആണ്. പിന്നെ ഉള്ളതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളും. ഇത്രയും കൂടെ ചേരുന്നതാണ് അതിൻ്റെ ലിപ്പിഡ് എ എന്ന് പറയുന്നത്.
ഇനി അടുത്ത ഭാഗമാണ് അതിൻ്റെ കോർ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. കോർ പോളിസാക്കറൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോർ പോളിസാക്കറൈഡിനെയും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും ഡിവൈഡ് ചെയ്യാം. ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. അതിനകത്ത് ടോട്ടലി കോർ പോളിസാക്കറൈഡ് മൊത്തം കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 ഷുഗർ യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ 5 എണ്ണം ഇന്നർ കോറിലും വരും, 5 എണ്ണം ഔട്ടർ കോറിലും വരും. ആ ഇന്നർ കോറിൽ വരുന്ന 5 ഷുഗേഴ്സ്, അതിൽ 2 റീജിയൻസ് വരും, ഒരു കേഡിയോ റീജിയണും വരും, ഒരു ഡൈഹെപ്റ്റോസ് റീജിയണും വരും. സോ ഇന്നർ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 regions, കേഡിയോ റീജിയൻ ആൻഡ് ഡൈഹെപ്റ്റോസ് റീജിയൻ. കേഡിയോ റീജിയൻ കൺസിസ്റ്റ് ഓഫ് 3 molecules of an 8 carbon sugar keto-deoxyoctanoate, and diheptose region consists of 2 molecules of a 7 carbon sugar L-glycero-D-manoheptose. അപ്പോൾ 2 റീജിയൺ ആണ് ഇന്നറും ഔട്ടറും. അതിൽ ഇന്നറിനകത്ത് തന്നെ 2 റീജിയൺ വരും, കേഡിയോ റീജിയണും ഡൈഹെപ്റ്റോസ് റീജിയണും. കേഡിയോ റീജിയനകത്ത് 3 8 കാർബൺ ഉള്ള ഷുഗർ മോളിക്യൂൾ. ആ 8 കാർബൺ ഉള്ള ഷുഗർ മോളിക്യൂളിൻ്റെ പേരാണ് കീറ്റോ ഡിയോക്സി ഒക്ടോണേറ്റ്. കീറ്റോ ഡിയോക്സി ഒക്ടോണേറ്റ്. കീറ്റോ ഡിയോക്സി ഒക്ടോണേറ്റ്. അത് 3 എണ്ണം. ഇനി 2 7 കാർബൺ ഉള്ള ഷുഗറുണ്ട്. ആ 7 കാർബൺ ഉള്ള ഷുഗറിൻ്റെ പേരാണ് എൽ ഗ്ലിസറോ ഡി മാനോ ഹെപ്റ്റോസ്. ഹെപ്റ്റോസ് മീൻസ് 7 കാർബൺ ഉള്ള ഷുഗറാണ്. അപ്പോൾ എൽ ഗ്ലിസറോ ഡി മാനോ ഹെപ്റ്റോസ്, അത് 2 എണ്ണം. അങ്ങനെ 3ഉം 2ഉം 5 ഷുഗർ. പിന്നെ ഒരു 5 ഷുഗർ മോളിക്യൂൾസും കൂടെ ചേരുന്നതാണ്. അത് ഗ്ലൂക്കോസ് ഉണ്ട്, 2 ഗ്ലൂക്കോസ് ഉണ്ട്, 2 ഗാലക്ടോസ് ഉണ്ട്, പിന്നെ ഒരു എൻ-അസറ്റൈൽ ഗ്ലൂക്കോസ് അമീനും ഉണ്ട്. അത് അങ്ങനെ 5 എണ്ണവും കൂടെ ചേർന്ന് ടോട്ടലി 10 ഷുഗർ മോളിക്യൂൾസ് വരുന്ന ഒരു ഒരു കോർ പോളിസാക്കറൈഡ്. അതിനും ഔട്ടറായിട്ട് വരുന്ന റീജിയൻ ആണ് ഓ ആൻറ്റിജൻ സൈഡ് ചെയിൻ എന്ന് പറയുന്നത്. അതൊരു റിപ്പീറ്റഡ് യൂണിറ്റ് ആണ്. അതായത് അതിനകത്ത് ഇവിടെയും ഷുഗർ മോളിക്യൂൾസ് തന്നെയാണ് വരുന്നത്. അതിവിടെ വരുന്നത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വരുന്ന ഒരു റിപ്പീറ്റഡ് ഷുഗർ യൂണിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് പോളിസാക്കറൈഡ് ചെയിനാണ് ഓ ആൻറ്റിജൻ സൈഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഗ്രാം നെഗറ്റീവിൻ്റെ സെൽ വോളിൽ കാണുന്ന ഔട്ടർ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പോപോളിസാക്കറൈഡ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ലിപ്പോപോളിസാക്കറൈഡ് പ്ലസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്. അതിലേറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനാണ് ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ. നമുക്ക് രണ്ടും തമ്മിലൊന്ന് പോസിറ്റീവും നെഗറ്റീവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് നോക്കിയാൽ 20 to 80 നാനോമീറ്റർ തിക്നെസ്സിലാണ് പെപ്റ്റിഡോഗ്ലൈക്കൺ കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ 10 നാനോമീറ്ററിലേ ഉള്ളൂ. ഇനി ഗ്രാം പോസിറ്റീവിലെയും നെഗറ്റീവിലെയും പെപ്റ്റിഡോഗ്ലൈക്കൺ തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ തിക്നെസ് ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ടോട്ടൽ വെയ്റ്റ് 50 to 90% ഉള്ളൂ. ഇവിടെ നെഗറ്റീവിലാണ് 10% ഉള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചു നാഗ ടെട്രാപെപ്റ്റൈഡ് ചെയിന്, അതെല്ലാം അതുപോലെ തന്നെയാണ്. നെയ്ബറിംഗ് ടെട്രാപെപ്റ്റൈഡ്സിനെ തമ്മിൽ ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ അത് കണക്ട് ചെയ്തിരിക്കുന്നത് പെൻഡാഗ്ലൈസീൻ പെപ്റ്റൈഡ് ഇൻ്റർബ്രിഡ്ജ് ഉപയോഗിച്ചാണ്. എന്നാൽ ഗ്രാം നെഗറ്റീവിൽ അങ്ങനെയുള്ളൊരു പെപ്റ്റൈഡ് ഇൻ്റർബ്രിഡ്ജ് ഇല്ല. ഡയറക്റ്റ് ലിങ്കേജ് ആണ്. ഡയറക്റ്റ്ലി അമിനോ ആസിഡ്സ് തമ്മിൽ, അതായത് ആദ്യത്തെ അമിനോ ആസിഡിലെ ഡി അലാനിനും രണ്ടാമത്തെ ടെട്രാപെപ്റ്റൈഡ് ചെയിനിലെ എൽ ലൈസീനും തമ്മിൽ ഡയറക്റ്റ് ലിങ്കേജ് ആണ് ഗ്രാം നെഗറ്റീവിൽ കാണപ്പെടുന്നത്. എന്നാൽ മറ്റിടത്ത് പെൻഡാഗ്ലൈസീൻ ബോണ്ടുണ്ട്. പിന്നെ ടീക്കോയിക് ആസിഡ്സ്, ടീക്കുറോണിക് ആസിഡ്സ് ഒന്നും ഗ്രാം നെഗറ്റീവിൽ പ്രസൻ്റ് ആയിരിക്കത്തില്ല. പെപ്റ്റിഡോഗ്ലൈക്കൺ നമ്പർ ഓഫ് ലെയേഴ്സ് ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ 1 ഉള്ളൂ, ഗ്രാം നെഗറ്റീവിൽ 2 ഉണ്ട്. പെപ്റ്റിഡോഗ്ലൈക്കൺ ഗ്രേറ്റർ ദാൻ 50% ആണ്, 10 to 20% ഉള്ളൂ. ടീക്കോയിക് ആസിഡ്സ് ഇവിടെ പ്രസൻ്റ് ആണ്, ഇവിടെ ആബ്സെൻ്റ് ആണ്. ലിപ്പിഡ് ആൻഡ് ലിപ്പോപ്രോട്ടീൻ കണ്ടന്റ് നോക്കിയാൽ ഇവിടെ 0 to 3% ഉള്ളൂ, ഇവിടെ 58% ഉണ്ട്.
പ്രോട്ടീൻ 0, ഇവിടെ 9%. ലിപ്പോപോളിസാക്കറൈഡ് ആബ്സെൻ്റ് ആണ് ഗ്രാം പോസിറ്റീവിൽ, 13% ഇവിടെയുണ്ട്. സെൻസിറ്റിവിറ്റി ടു പെൻസിലിൻ ഹൈലി സെൻസിറ്റീവ് ആണ് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് അത്രയില്ല. ഇത് പെട്ടെന്ന് തന്നെ ലൈസോസൈം ഉപയോഗിച്ച് ഡൈജസ്റ്റഡ് ആകും, ഇത് അത്രയും ഇതാകത്തില്ല. അതും അതുതന്നെയാണ്, തിക്കാണ്, വളരെ തിന്നാണ്. ടിക്കോയിക് ആസിഡ് പ്രസൻ്റ് ആണ്, ആബ്സെൻ്റ് ആണ്. ലിപ്പോപോളിസാക്കറൈഡ് ഇവിടെ ആബ്സെൻ്റ് ആണ്, ഗ്രാം നെഗറ്റീവിൽ പ്രസൻ്റ് ആണ്. ഗ്രാം നെഗറ്റീവ് സെൽ വോളിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്ലാസ്മ മെംബ്രെയിൻ, നെടുക്ക്, പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ, അത് കഴിഞ്ഞുള്ള ലിപ്പോപോളിസാക്കറൈഡ് ഔട്ടർ മെംബ്രെയിൻ. ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ. ഇനി ഇവിടെ വേറൊരു ടൈപ്പ് പ്രോട്ടീനും കൂടെ ഗ്രാം നെഗറ്റീവിൽ കാണുന്നുണ്ട്. ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ളത് ബ്രോൺസ് ലിപ്പോപ്രോട്ടീൻ ആണ്. ഇതല്ലാതെ വേറൊരു ടൈപ്പ് പ്രോട്ടീൻ ഇവിടെ കാണുന്നുണ്ട്. അതിനെ പോറിൻ പ്രോട്ടീൻസ് എന്ന് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ മെട്രിക്സ് പ്രോട്ടീൻസ് എന്ന് പറയാം. മെട്രിക്സ് പ്രോട്ടീൻസിൻ്റെ പ്രത്യേകത, ഇത് 3 എണ്ണം ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. 3 മെട്രിക്സ് പ്രോട്ടീൻസ് ദേ ക്ലസ്റ്റർ ടുഗദർ ആൻഡ് ദേ ഫോം എ ചാനൽ. ഒരു ചാനൽ ഇവിടെ ഫോം ചെയ്യും. ഇതിൽ കൂടിയാണ് ഡിഫ്യൂഷൻ ഓഫ് മോളിക്യൂൾസ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ, ഇതിനെ പോറിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കാൻ കാരണം, ദിസ് മെട്രിക്സ് പ്രോട്ടീൻസ് ദേ ഫോം പാസീവ് ഡിഫ്യൂഷൻ പോഴ്സ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അതിനെ പോറിൻ പ്രോട്ടീൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇത് 3ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് ആയിരിക്കും എപ്പോഴും കാണപ്പെടുന്നത്. എന്നിട്ടൊരു ചാനൽ ഉണ്ടാകും. ആ ചാനലിൽ കൂടി ഡിഫ്യൂഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഡിഫ്യൂഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അങ്ങനെയുള്ള പ്രോട്ടീൻസ്, പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഗ്രാം നെഗറ്റീവ് സെൽ വോളിൻ്റെ ഔട്ടർ മെംബ്രെയിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഇത് പെപ്റ്റിഡോഗ്ലൈക്കൺ, താഴെ കാണിച്ചിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ. ദെൻ ദ നെക്സ്റ്റ് ലെയർ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് സെൽ എൻവലപ്പിൽ, ഔട്ടർ ലെയർ ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. ഇനി സെൽ എൻവലപ്പിൻ്റെ തന്നെ അടുത്ത ഭാഗമാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ മെംബ്രെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മെംബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ബാക്ടീരിയ, അത് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും വ്യത്യാസമില്ല. ഇൻ ബാക്ടീരിയ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. ഓൾദോ ദ എക്സാക്ട് പ്രൊപ്പോർഷൻ അത് വേരിയിങ് ആയിരിക്കും, ഓരോ ബാക്ടീരിയ എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിനകത്ത് വ്യത്യാസമായിരിക്കും. ആൻഡ് ദ മെംബ്രെയിൻ അസോസിയേറ്റഡ് ലിപ്പിഡ്സ് ആർ asymmetric with polar and non-polar end. ലിപ്പിഡ്സിൽ ഒരു ലിപ്പിഡ് മോളിക്യൂളിൽ തന്നെ ഒരു പോളാർ റീജിയണും കാണും, നോൺ പോളാർ റീജിയണും കാണും. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ, ദ സെയിം മോളിക്യൂൾ വിച്ച് ഈസ് ഹാവിങ് പോളാർ ആൻഡ് നോൺ പോളാർ എൻഡ്സ്, ദേ ആർ കോൾഡ് ആംഫിപാത്തിക് മോളിക്യൂൾ. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്നത് ആംഫിപാത്തിക് മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഒരേ ഇതിൽ തന്നെ പോളാർ റീജിയൻ മീൻസ് ദാറ്റ് ഇൻറ്ററാക്ട് വിത്ത് വാട്ടർ, ആൻഡ് നോൺ പോളാർ ദാറ്റ് ഈസ് ഇൻസോളബിൾ ഇൻ വാട്ടർ. അങ്ങനെയുള്ള ഒരേ മോളിക്യൂളിൽ തന്നെ അങ്ങനെ വരുന്ന മോളിക്യൂൾസിനെ നമുക്ക് ആംഫിപാത്തിക് മോളിക്യൂൾസ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ആംഫിപാത്തിക് ലിപ്പിഡ്സ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ്റെ പ്രത്യേകത. പോളാർ എൻഡ്സ് interact with water, non-polar hydrophobic ends insoluble in water and they associate with one another. ചേർന്നാണ് ഇരിക്കുന്നത്. പിന്നെ അതൊരു 5 to 10 നാനോമീറ്റർ തിക്നാണ് ഇതിൻ്റെ സെൽ മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഇനി ഇതിനകത്ത് പലതരത്തിലുള്ള പ്രോട്ടീൻസ്, രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസ് അതിനകത്ത് പ്രസൻ്റ് ആണ്. പെരിഫറൽ പ്രോട്ടീൻസ് ആൻഡ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. സെൽ മെംബ്രെയിന് പുറത്ത് കാണുന്ന പ്രോട്ടീൻസിനെയാണ് പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ദേ ആർ ലൂസ്ലി കണക്റ്റഡ് ആയിരിക്കും, ഇൻസോളബിൾ ഇൻ വാട്ടർ ആയിരിക്കും, they are soluble in water ആയിരിക്കും, ആൻഡ് they can be easily removed. പെട്ടെന്ന്, കാരണം മെംബ്രെയിന് പുറത്താണ് ഇതിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. വാട്ടറിൽ സോളബിൾ ആയിരിക്കും, ലൂസ്ലി കണക്റ്റഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഏകദേശം ഒരു 20 to 30% ഉള്ളൂ. എന്നാൽ കൂടുതലും വരുന്നത് അബൌട്ട് 70 to 80% മെംബ്രെയിൻ പ്രോട്ടീൻസ് നോക്കിക്കഴിഞ്ഞാലും വരുന്നത് ഏത് ടൈപ്പ് പ്രോട്ടീനാണ്? ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഇൻസോളബിൾ ഇൻ വാട്ടർ ആയിരിക്കും. അങ്ങനെയുള്ള പ്രത്യേകതയാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസിന് ഉള്ളത്. പിന്നെ ഇതിനകത്താണ് ദാറ്റ് കണ്ടെയ്ൻ ദ ടൂൾ ഫോർ ട്രാൻസ്പോർട്ട്, റെസ്പിറേറ്ററി ചെയിൻ, ഇങ്ങനെയുള്ള ഇതിനും വേണ്ട സെല്ലുലാർ ആക്ടിവിറ്റീസിന് എല്ലാം വേണ്ട ടൂൾസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ്, ഈ കാണുന്നതാണ് ലിപ്പിഡ്സ്. ഒരു ലിപ്പിഡ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ലിപ്പിഡ് എന്ന് പറയുന്നത്.
A lipid, chemically that lipid is phospholipid. Phospholipids are molecules containing phosphoric acid, glycerol and fatty acids. And a lipid, it is having a head region and it is a tail region. ഒരു ഹെഡുമുണ്ട് ഒരു ടെയിലുമുണ്ട്. ഈ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡും ഗ്ലിസറോളും ഉപയോഗിച്ചാണ്. ആൻഡ് ടെയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റി ആസിഡ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും പിന്നെ ഇതും കൂടെ ചേരുന്നതാണ്, ഫോസ്ഫേറ്റും കൂടെ ചേരുന്നതാണ്. ഫോസ്ഫോറിക് ആസിഡ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഒരു ലിപ്പിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹെഡ് റീജിയൻ ഈസ് മെയ്ഡപ്പ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് ആൻഡ് ഗ്ലിസറോൾ, ടെയിൽ റീജിയൻ ഈസ് മെയ്ഡപ്പ് ഓഫ് ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഇതിലെ ഹെഡ് റീജിയൻ ഇറ്റ് ഈസ് ഹൈഡ്രോഫിലിക് ആയിരിക്കും, അല്ലെങ്കിൽ പോളാർ റീജിയൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നോൺ പോളാറുമാണ്. അതുകൊണ്ടാണ് പോളാറും നോൺ പോളാറും കൂടി ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് ഇതിനെ ആംഫിപാറ്റിക് മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ലിപ്പിഡ്സിൻ്റെ ബൈ ലെയർ, ഇവിടെ ഒരു ലെയർ വരുന്നുണ്ട്, ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഇങ്ങനെയും വരയ്ക്കും നമ്മൾ, ഇങ്ങനെയും വരയ്ക്കും. അപ്പം ദേ ഫോം ലിപ്പിഡ് ബൈ ലെയർ. പിന്നെ അതേൽ 2 ടൈപ്പുള്ള പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു. ഇതാണ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്, അകത്ത് കാണുന്ന പ്രോട്ടീൻസ്. ഇതാണ് പെരിഫറൽ പ്രോട്ടീൻസ്, പുറമേയുള്ള പ്രോട്ടീൻസ്. പിന്നെ അതേന്ന് ഒരു ഷോർട്ട് ഒളിഗോസാക്രൈഡ് ചെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ഷോർട്ട് പോളിസാക്രൈഡ് ചെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഹൂപ്പാനോയിഡ്സ്. പ്ലാസ്മ മെംബ്രെയിൻ്റെ, ബാക്ടീരിയൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ പ്രൊക്കാരിയോട്ടിക് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ് സ്റ്റിറോൾസ് പ്രസൻ്റ് ആയിരിക്കത്തില്ല എന്നുള്ളത്. ഫഞ്ചൈ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അതിനകത്ത് എർഗോ സ്റ്റിറോൾ പ്രസൻ്റ് ആണ് എന്നുള്ളത്. ഇവിടെ സ്റ്റിറോൾസ് പ്രസൻ്റ് അല്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റിറോൾ, ബാക്ടീരിയൽ സെൽ മെംബ്രെയിൻ ഹാവ് എ പെൻഡാസൈക്ലിക് സ്റ്റിറോൾ ലൈക്ക് മോളിക്യൂൾ ആൻഡ് ദേ ആർ കോൾഡ് ഹൂപ്പാനോയിഡ്സ്. സ്റ്റിറോൾസിനെ വിളിക്കുന്ന പേരാണ്, സ്റ്റിറോൾ ലൈക്ക് മോളിക്യൂളിനെ പ്ലാസ്മ മെംബ്രെയിൻ ബാക്ടീരിയയിൽ കാണുന്ന ഇതിന് വിളിക്കുന്ന പേരാണ് ഹൂപ്പാനോയിഡ്സ്.